പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നുവെന്ന CPM സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ തെറ്റിപ്പോയെന്നും വിമർശനം. ദീപക് തർമ്മടവും തനീഷ് തമ്പിയും അരുൺ രാജും തത്സമയം ചേരുകയാണ്. ആദ്യം ദീപക് തർമ്മടത്തിലേക്ക്. ദീപക്, പ്രതിനിധി സമ്മേളന നഗരിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ദീപക്, യഥാർത്ഥത്തിൽ ഈ പാർട്ടി വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ചോരുന്നു എന്ന് പറയുന്നത് CPM കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായ ഒരു ട്രെൻഡാണ്. അത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിൽ ഇത് വ്യക്തമായിരുന്നു. എങ്ങനെയാണ് ബി.ജെ.പിയിലേക്ക് വോട്ടുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്? SKN അത് സംഘടനാ റിപ്പോർട്ടിൽ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ പാർട്ടിയുടെ കണക്കുകൾ ആകെ തെറ്റുകയും പാർട്ടിക്ക് അടിസ്ഥാനപരമായി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന കുടുംബങ്ങൾ പോലും പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത സാഹചര്യം, അതായത് പാർട്ടി കുടുംബങ്ങൾ പാർട്ടിയിൽ നിന്നും അകലുന്നു, ഒരു പാർട്ടി കേഡറിൻ്റെ കുടുംബത്തിൽ നിന്നും പാർട്ടിക്ക് വോട്ട് കിട്ടുന്നില്ല എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അതുതന്നെയാണ് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന ഈ പാർട്ടി രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ഈ പാർട്ടിക്കൊപ്പം ബഹുജനങ്ങൾ അണിനിരന്നിരുന്നു, അതുപോലെ തന്നെ പാർട്ടി കുടുംബങ്ങൾ അണിനിരുന്നു. ഈ പാർട്ടി കുടുംബങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നത് അത് ബി.ജെ.പിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലയിൽ പോലും ബി.ജെ.പിയുടെ വോട്ട് കൊണ്ടുവന്നു. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ വേണം, അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്കും എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി പാർട്ടി നൽകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് SKN. മാത്രവുമല്ല, ഭരണ തുടർച്ച ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച വലിയ രീതിയിലുള്ള പരാജയവും അപകടവും നൽകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് എന്നാണ് അറിയുന്നത് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. കൊല്ലം ടൗൺ ഹാളിന് മുന്നിൽ തനീഷ് തമ്പി കൂടി നമുക്കൊപ്പം ചേരുന്നു. തനീഷ് തമ്പി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഒരു ദിശാ മാറ്റത്തിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ ഈ അവിടെ നിൽക്കുമ്പോൾ എന്താണ് തനീഷ് തമ്പിക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള പുതിയ കാര്യം? ഗുഡ് മോർണിംഗ് SK. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാന വേദിയുടെ പുറത്താണ്. അല്പസമയത്തിനകം തന്നെ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും. അവർ ബീച്ച് ഹോട്ടലിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേതാക്കൾ അല്പസമയത്തിനകം എത്തും. 9 മണിക്കാണ് പതാക ഉയർത്തുന്നത്. അതിനുശേഷം 10 മണിയോടുകൂടി ഉദ്ഘാടനം PB കോർഡിനേറ്ററും ഒപ്പം തന്നെ PB അംഗവുമായ CPM കോർഡിനേറ്ററും PB അംഗവുമായ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും നേരത്തെ R. ശ്രീജിത്തും ദീപക് ധർമ്മടവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിശാമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് CPIM. അത് നയപരിപാടികളിലായാലും അതിന്റെ മുൻപ് സ്വീകരിച്ചിരുന്ന നിലപാടുകളുടെ കാര്യത്തിലായാലും അത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഉച്ചയോടെ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന ഈ രേഖയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എന്തായാലും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. മുൻപ് സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ ഉദ്വേഗജനകമാവുന്നത് CPIMലെ വിഭാഗീയത കൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതേസമയത്ത് നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണക്കുകൾ നൽകുന്നതിലെ വീഴ്ചകൾ സംബന്ധിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനാ റിപ്പോർട്ട് M.V. ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിന്മേൽ നടക്കുന്ന ചർച്ചയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമെന്നുള്ളതാണ്. ഈ CPIMന്റെ ഒരു സ്വഭാവം തന്നെ അവർ അവകാശപ്പെടുന്നത് വിമർശനവും സ്വയം വിമർശനവും എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ സ്വയം വിമർശനത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സംഘടനാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില നേതാക്കൾക്കെതിരെയും ഒക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള അതൃപ്തി പല കോണുകളിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത് പലതരത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയിൽ സജീവമായി ഉയർന്നു വരും. 2 ദിവസമാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് മറുപടി പറയും. അതിനുശേഷമാണ് പുതിയ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുക്കുന്നത്. സെക്രട്ടറിയായി M.V. ഗോവിന്ദൻ തന്നെ തുടരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പം തനീഷ് തമ്പിയാണ് ചേർന്നത്.